ഹലോ, KSRTCയുടെ ഡബിൾ ഡെക്കറിൽ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ? ഞാനും ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. കണ്ടപ്പോൾ ഒരു കൊതി. അകത്തേക്ക് കയറി നോക്കാം. ഇത് താഴേന്നില്ല. എവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് മുകളിലേക്ക് പോവാം. വാ, ആരുമില്ല വണ്ടിയിൽ. അങ്കമാലി ഡിപ്പോയിൽ നിന്നും തോപ്പുംപടിയിലേക്കുള്ള ബസ്സാണിത്. 2 മണിക്കാണ് ബസ് ദിവസവും ട്രിപ്പ് തുടങ്ങുന്നത്. ഡിപ്പോയിൽ നിന്നും മെയിൻ റോഡിലേക്ക് ബസ് കയറി അങ്കമാലി മെയിൻ ജംഗ്ഷൻ കടന്ന് ആലുവയ്ക്ക്. ഫ്രണ്ട് ഗ്ലാസ് അഴുക്ക് പിടിച്ച് മൂടിയിരിക്കുന്നതിനാൽ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഇത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള റോഡാണ്. ഇത് മംഗലപ്പുഴ പാലം. അടുത്തത് നമ്മൾ പോകുന്നത് മാർത്താണ്ഡവർമ്മ പാലം. ആലുവയിലേക്കെത്തി. ദൂരെ കാണുന്നതാണ് ആലുവ ശിവരാത്രി മണപ്പുറം. ഇനി ആലുവ മെട്രോ സ്റ്റേഷനടുത്തേക്കാണ് വണ്ടി നീങ്ങുന്നത്. ഇതാണ് ആലുവ മെട്രോ സ്റ്റേഷൻ. ഇവിടെ നിന്ന് ഇനി കളമശ്ശേരിക്ക്. കൊച്ചി മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആലുവയിൽ നിന്നാണ്. പുളിഞ്ചിയോട് മെട്രോ സ്റ്റേഷൻ അടിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി ഈ ബസ് അങ്കമാലിയിൽ നിന്ന് കൊച്ചിയിലെ തോപ്പുംപടിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഇപ്പോഴാണ് കണ്ടപ്പോൾ കയറാൻ തോന്നിയത്. ഇപ്പോൾ നമ്മൾ കളമശ്ശേരിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് ഇടപ്പള്ളി ലുലു മാൾ. ഇടപ്പള്ളിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഇനി വൈറ്റിലയിലേക്ക്. ആംഗിൾ ഓഫ് വ്യൂ മാറിയതിനാൽ പ്രത്യേക രസമാണ്. അതായത് സാധാരണ ബസ്സിലിരിക്കുന്നതിലും കുറച്ച് ഉയരത്തിലാണല്ലോ. അപ്പോൾ ഉയരത്തിലിരുന്ന് നോക്കുമ്പോൾ രസമാണ്. ഈ ബസ് സ്റ്റേഷനുകളിലൊന്നും കയറുകയില്ല. ആലുവ ബസ് സ്റ്റേഷനിലോ വൈറ്റില ഹബിലോ കയറുകയില്ല. ഹൈവേയിലൂടെ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 1 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് അങ്കമാലിയിൽ നിന്ന് തോപ്പുംപടിയിലേക്ക് എത്തും. ഇപ്പോൾ വണ്ടി കുണ്ടന്നൂരെത്തി. കുണ്ടന്നൂരിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് ഇനി തേവരയ്ക്ക് ഓവർ ബ്രിഡ്ജിനടിയിലൂടെ വണ്ടി തിരിഞ്ഞ് ദൂരെ കാണുന്നത് എറണാകുളം സിറ്റി. ഈ ദ്വീപിന് മുകളിലൂടെയാണ് ഓവർ ബ്രിഡ്ജ് പണിതിരിക്കുന്നത്. ഇത് അലക്സാണ്ടർ പറമ്പിത്തറ ബ്രിഡ്ജ്. ഐലൻഡിലേക്ക്, തേവരയിൽ നിന്നും ഐലൻഡിലേക്കുള്ള പാലമാണിത്.
അങ്ങനെ നമ്മൾ വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് എത്തി. എൻ്റെ നാടിൻ്റെ വീഡിയോ കാണണമെന്ന് ചില ഫോളോവേഴ്സ് എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ പിടിച്ചിട്ടത്. പഴയ കൊച്ചി എയർപോർട്ടും ഈ ഐലൻഡിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. ഐലൻഡിലെ കെമിക്കൽ ടാങ്കുകളാണ് ഇതെല്ലാം. കൊച്ചി പോർട്ടും കൊച്ചി നേവിയുടെ ആസ്ഥാനവും ഈ ഐലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ തോപ്പുംപടി പുതിയ പാലത്തിലേക്ക് കടന്നിരിക്കുന്നു. ദൂരെ കാണുന്നത് തോപ്പുംപടി പഴയ പാലം, അതായത് മട്ടാഞ്ചേരി പാലം. അങ്ങനെ നമ്മൾ തോപ്പുംപടിയിലെത്തിയിരിക്കുന്നു. ഇതാ ബസ് അവിടെ കിടപ്പുണ്ട്. അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അങ്കമാലിക്ക്. ഇത് തോപ്പുംപടി മട്ടാഞ്ചേരി പഴയ പാലം. താങ്ക്സ്.